ഹായ് ഫ്രണ്ട്സ്, ഫ്ലവർ മേക്കിംഗ് ടിപ്സിൽ വളരെ സിമ്പിളും അതിമനോഹരവുമായ ഒരു ഫ്ലവറാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതേപോലുള്ള കമ്പിയിലാണ് ഞാൻ ഈ ഫ്ലവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കമ്പിയിൽ നിന്ന് 5 ഫ്ലവർ നമുക്ക് സെറ്റ് ചെയ്യാനെടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിൽ കമ്പി കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് റിബണാണ്. റിബൺ നമ്മുടെ ഈ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റിബണ്. ആ റിബൺ ഞാനിങ്ങനെ കെട്ടിയതിൻ്റെ ഉദ്ദേശം ഇത് വിട്ടുപോകും. അതുതന്നെയല്ല, ഈ ലെങ്ത് മതി ഒരു ഫ്ലവറിനായിട്ട്. ഇവിടെ നിന്ന് എടുക്കുക, ഇവിടം വരെ വന്ന് നിർത്തുക, എന്നിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന മടക്കി സെറ്റ് ചെയ്യുന്ന റോസ് ഫ്ലവർ പോലെ തന്നെ നമ്മളിത് മടക്കി കൊണ്ടുവരിക. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നാൽ മതി. ഇതിൻ്റെ ആ പെറ്റലിൻ്റെ ആ മോഡൽ നമ്മളിത് മടക്കി നല്ല ഭംഗിയായിട്ട് വരുമ്പോഴത്തേനും മോഡൽ ഇതിന് തന്നെ വന്നോളൂ. ഇതാണ് ഇവിടെ വന്ന അതിൻ്റെ ആ പെറ്റലിൻ്റെ ഷേപ്പ്. അടിയിൽ നല്ലതായിട്ട് കൂട്ടി പിടിച്ചോണം, അല്ലെങ്കിൽ വിട്ടുപോകും. ഇങ്ങനെ എടുക്കുക. ഇത് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് കമ്പിയെ കെട്ടിയെടുത്താൽ മതി. ഇതേ എൻഡിൽ വന്നതിന് ശേഷം ഈ എൻഡ് കൊണ്ടുവന്ന് ഇവിടെ പിടിക്കുക. കണ്ടോ? ഇത് രണ്ടും കൂടെ പിടിച്ചതിന് ശേഷം ഈ കമ്പി ഉപയോഗിച്ച് ഇവിടെ അങ്ങ് കെട്ടുക. കമ്പി 2-3 പ്രാവശ്യമായിട്ട് ടൈറ്റായിട്ട് ചുറ്റി കെട്ടിയാൽ മതി. നല്ലതായിട്ട് നിന്നോളും. ഇത്രയേ ഉള്ളൂ. ഇത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. അപ്പം ഇത് നമ്മളിതുപോലെ ഗ്രീൻ ടേപ്പ് ചുറ്റി എടുക്കുക. നമ്മൾ കൂടുതൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇതിന് നമ്മൾ ഫിനിഷ് പേപ്പറിൽ സെറ്റ് ചെയ്ത ലീഫാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. വെറും തീരെ ചെറുതായിട്ടുള്ള ലീഫ്. അതിന് നടുക്ക് കമ്പിയൊന്നും വെച്ചിട്ടില്ല. അല്ല, ഇത്രയും വീതി മടക്കാമെങ്കിൽ നമുക്ക് 6 ലീഫ് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇത് 3ആയിട്ട് കട്ട് ചെയ്യുക. ലീഫിൻ്റെ മോഡലിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് വലിക്കുക. ലീഫായി. ശേഷം ഈ ഫ്ലവേഴ്സ് ഈ കെട്ട് കമ്പിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. 2 ഫ്ലവേഴ്സ് വീതം സെറ്റ് ചെയ്യുക. ഒരു ലീഫ് ഇടുക. ലീഫ് നമുക്ക് ഫെവിക്കോൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ചും വെക്കാം. ഈ ഫ്ലവർ സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതേ മോഡലിൽ
ഫ്ലവേഴ്സ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക. ഇതിനോടൊപ്പം ഞാൻ കുറച്ച് ബഡ്സ് കൂടി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് അലൂമിനിയം ഫോയിൽ പേപ്പറാണ്. ഈ ഫോയിൽ പേപ്പർ മടക്കണമെന്നുണ്ടെങ്കിൽ ടോയിനെടുത്ത് വലിക്കുക, പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു വലിപ്പത്തിൽ വലിച്ചെടുത്താൽ മതി. കട്ട് ചെയ്ത് വേണേലും എടുക്കാം. ഇതിനകത്ത് ഫൈബർ വെക്കുക. ഫൈബർ എടുത്തു. ഇനി നമുക്ക് ഏത് ഷേപ്പാണോ വേണേൽ അതനുസരിച്ചൊന്ന് ചുരുക്കിയെടുക്കുക. കമ്പിയിലെ കെട്ടുക, എന്നിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റുക. ഈ ബഡ്സ് വേറെ കമ്പിയിലായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇതൊരു സ്റ്റിക്കയിൽ ഇത് രണ്ടും കൂടെ സെറ്റ് ചെയ്തെടുത്തു. ഇന്നത്തെ എൻ്റെ ഈ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.